എല്ലാവർക്കും നമസ്കാരം. ഒരു ക്രാഫ്റ്റ്മാനെ പരിചയപ്പെടുത്താം. സത്യൻ എന്നാണ് ആളുടെ പേര്. പാലാ സ്വദേശിയാണ്. ഇപ്പം നമ്മുടെ ശരംകുത്തിക്കടുത്ത് ഒരു ഷോപ്പിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ചേട്ടാ നമസ്കാരം. ഇവിടെ എന്തൊക്കെ വർക്കാണ് ചെയ്യുന്നത്? ഇത് ഞാൻ ഈ തടി കൊണ്ടുള്ള ഈ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ട് ഈ ഹാങ്ങിങ് ലൈറ്റ്, അതുപോലെ തന്നെ ഈ ചെടി വെക്കാനായിട്ടുള്ള സ്റ്റാൻഡുകൾ, പിന്നെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഈ പച്ചക്കറി ഇട്ട് വെക്കാനുള്ള സ്റ്റാൻഡുകൾ, പിന്നെ കബോർഡ്, ഷോ കേസ്, അതുപോലെ തന്നെ ഇതൊക്കെ ഓരോ മോഡൽ ഷോ കേസാണ്. ഇതൊക്കെ ഈ ചെടി സ്റ്റാൻഡുകളാണ്. പിന്നെ ഇങ്ങനെ കുറേ ഐറ്റംസാണ്. പിന്നെ ലൈറ്റാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഈ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാങ്ങിങ് ലൈറ്റുകൾ റാന്തൽ ഇങ്ങനെ മേളിൽ നിന്നിടുന്ന ടൈപ്പുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പണപ്പെട്ടിയാണ്. പഴയ മോഡലൊരു പണപ്പെട്ടി ഇത് ഉണ്ടാക്കിയതാണ്. അതായത് ഒരു വീട്ടുകാർ പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. ഇതിനകത്ത് പഴയ മോഡലാണിത്, അല്ലാതെ ലേറ്റസ്റ്റ് മോഡലൊന്നുമല്ല. നമ്മൾ സാധാ പഴയ കാലത്തുള്ളൊരു സംഭവമാണ്. ഇതിനകത്ത് പണം ഇട്ട് വെക്കുക. ഒരു 10 ലക്ഷം രൂപ വരെ ഇതിനകത്ത് ഇട്ട് വെക്കാം. അത് ഇതിങ്ങനെ അടച്ചിട്ട് ഇതിനകത്ത് ഫയലുകൾ അതുപോലുള്ള രേഖകളൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ അടച്ച് ഇവിടെ ലോക്ക് ചെയ്യാം. ഇതുപോലുള്ള ചെറിയ ചെടി സ്റ്റാൻഡ് ആണ്. ചെറിയ ചെടികളൊക്കെ വെക്കേണ്ടത്. ഇത് ഇച്ചിരി വലിപ്പമുള്ള ഈ മോഡൽ വേറെ കുറേ എണ്ണം ഇതിനകത്തെല്ലാം വെക്കുക. പിന്നെ ഇവിടെ ഒരു നമ്മുടെ പതാക, ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിയിൽ അത് കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഓരോ ഐറ്റംസൊക്കെ വെക്കാം. ചെടി സ്റ്റാൻഡ് ഇതുപോലുള്ള 2 ചെടി സ്റ്റാൻഡൊക്കെ ഇങ്ങനെ വെക്കുക. ഈ ഇച്ചിരി ചെറുത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാലൊരു ഭംഗിയാണ്. അല്ലെങ്കിൽ ഇതിവിടെ വെക്കാം. ഇതിങ്ങനെ ഓരോ മോഡലാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ പുതിയ മോഡലാണ്. അധികം പീസൊന്നും വേറെ എങ്ങും കിട്ടുന്നതല്ല ഈ സംഭവം. ഇത് നമ്മുടെ ഐഡിയക്ക് തന്നെ ഉണ്ടാക്കുന്നതാണ്. റിസോർട്ട് അതുപോലെ തന്നെ വീടുകളിൽ ഹാളിലൊക്കെ ഇത് നിരത്തി ഒരു 3-4 ഇങ്ങനെ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അതുപോലെ ഈ സാധനം ഇത് ഭിത്തിയിൽ ഒരു ഫ്രെയിം അടിച്ചിട്ട് ആ ഫ്രെയിമേലാണ് ഈ സാധനം തൂക്കിയിടുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ആ കാണുന്നതും അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. പുറകെ 2 ലൈറ്റ് പിടിപ്പിച്ചിട്ട് ഇത് ഭിത്തിയിൽ ഇതിങ്ങനെ ഒരു ശകലാകുന്ന നിൽക്കും. അപ്പം ഈ പ്രകാശം വന്നു കഴിയുമ്പോൾ ഈ ചുറ്റിനും നല്ല പ്രകാശമായിരിക്കും. ഇതിന് ഒരു നല്ല ഷെയ്ഡ് കിട്ടും. അതാണ് അതിൻ്റെ സംഭവം. ഇത് ഈ രാമായണം വായിക്കാനും അതുപോലെ തന്നെ ബൈബിള് വെച്ച് വായിക്കാനായിട്ട് നടുവേദന എടുക്കാത്ത രീതിയിലുള്ള ഹൈറ്റാണ് ഇതിൽ ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ടീപ്പോയിൽ അതുമാതിരിയുള്ളിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നടു നിവർന്ന് തന്നെ ഇരുന്ന് വായിക്കാവുന്ന ഒരു ഹൈറ്റിലാണ് ഇത് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. ഇത് റിസോർട്ടിന് ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ വലിയ ഹാളിലൊക്കെ ഇത് 5 ലൈറ്റ് ഇടുകയാണ്. അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് മൊത്തം നല്ല പ്രകാശമാനമായിട്ടൊരു ഹാളിനകത്ത് മൊത്തം നല്ല വെളിച്ചം കിട്ടും. ഇതും അതുമാതിരി തന്നെ ഇതൊരു യൂണിറ്റായിട്ടാണ് 3-4 പീസ് ഒരുമിച്ച് നിരത്തിയിട്ടിട്ട് നടുക്ക് ഈ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ ഒരു പ്രത്യേക ഭംഗിയിൽ അത് വരും. ഇതുകൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. ഇത് കിച്ചണിൽ പച്ചക്കറിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, സവോള ഐറ്റംസൊക്കെ ഇട്ട് വെക്കാം. ഈ സാധനം ഇത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും ഇത് കുത്തൽ വീഴൊന്നും വരികയില്ല. ഇത് അതുപോലെയാണ് പോളിഷ് ചെയ്തിരിക്കുന്നത്. 3 തൊട്ട് സീൽഡ് അടിച്ച് ഇത് പോളിഷ് ചെയ്ത സംഭവമാണ്. അത് സാധാരണ നമ്മൾ വീട്ടിലുള്ള ഫർണിച്ചർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും കുത്തൽ വീഴൊന്നും പേടിക്കേണ്ട. കടയുടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂലറ്റത്ത് നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന വഴിക്ക് കൊടിയത്തൂർ കഴിഞ്ഞ ശരംകുത്തി അമ്പലത്തിന് മുമ്പായിട്ട് വലത് സൈഡിലാണ് ഷോപ്പുള്ളത്. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഐറ്റംസ് വേണമെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അതങ്ങനെ അല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ ഉണ്ട്, ഒരു സാധനം നിങ്ങൾക്ക് വേണ്ടി പണിത് തരണം, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ആളോട് പറഞ്ഞ ആൾ വേണ്ട രീതിയിൽ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യുക. നമ്പർ കൊടുത്തേക്കാം. താങ്ക് യു.